ഹലോ ഹലോ ഇത് അമ്മയല്ലേ? ഇത് എവിടുന്നാണ്? വടകരന്നാണ്. വടകരന്ന് വടകര. ഞാൻ പച്ചക്കറി ഷോപ്പിൽ നിൽക്കുന്ന ആളാണ്. എന്റെ മക്കള് കുറച്ച് ദിവസമായിരിക്കും ഫോൺ കൊണ്ട് കളിച്ചിട്ട് ഒരു എമൗണ്ട് അതിൽ വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ മുന്നേ വന്നിരുന്നു. ഒരു 800 രൂപയാണ് ആദ്യം വന്നത്. അല്ല, ഞാനും അത് അത്ര കാര്യമാക്കിയില്ല. ചെറിയ എമൗണ്ട് അല്ല, ഞാനത് ഫോട്ടോ അയച്ചു. പിന്നെ ബാങ്കിൽ പോയിട്ട് അന്വേഷിക്കാൻ നിൽക്കുക. അതായത് ഞാനിപ്പോ 20 ദിവസത്തേക്ക് സൂര്യ ടെക്സ്റ്റൈൽസിൽ കയറിയതായിരുന്നു. അപ്പോ എനിക്ക് അവിടുന്ന് ഒരു ലീവ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ ബാങ്കിൽ പോയി അന്വേഷിക്കാതെ. ഞങ്ങള് അന്വേഷിച്ച് എന്താ പറയാ ആരെ അക്കൗണ്ടിലേക്കാണ് എനിക്ക് മെസ്സേജ് വരുന്നില്ല, ജിപേയിൽ വന്നതിന്റെ ഇതും കാണുന്നില്ല. പക്ഷെ പൈസ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതല്ല, ആദ്യം 400 കയറി 800 കയറി. ഞാനത് ഇത്ര കണക്കാക്കിയില്ല. വലിയ എമൗണ്ട് അല്ലല്ലോ. ശ്രദ്ധിക്കണ്ടായിരുന്നു ചേട്ടാ. അത് എത്ര അറിയില്ല. നമ്മള് കുട്ടികളെ ഫോൺ എടുത്ത് കളിക്കും. ഇപ്പൊ ഒരു വലിയൊരു എമൗണ്ട് കയറിയിരിക്കും. അത് നിങ്ങൾ റീഫണ്ട് ചെയ്തായി. മറ്റേത് 2 എമൗണ്ട് പോട്ടെ, കുഴപ്പമില്ല. ഒരു 10,000 രൂപ അല്ല, ഒരു 10,000 രൂപ കയറിണ്ട്. അത് അയച്ചാൽ ആദ്യത്തെ തിരിച്ചയച്ചാൽ റീഫണ്ട് അത് മാത്രം ചെയ്താൽ മതി. മറ്റേത് വേണ്ട കേട്ടോ. ഇത് തന്നെ ഒരു 10 രൂപ അയച്ചാൽ മതി. അത് കുഴപ്പമില്ല. അത് അയച്ചാലേ. ഈ ചെറിയ എമൗണ്ട് വേണ്ട, കുട്ടികള് അറിയാൻ കുഴപ്പമില്ല. അല്ല, അത് 10 രൂപ കൂടെ അയക്കൂ. 10 രൂപ കൂടെ അയച്ചാൽ അല്ല, 10 രൂപ കൂടെ അയച്ചു. മറ്റേ അയക്കണ്ട. അത് കുട്ടികളൊക്കെ തെറ്റായി കളിച്ചല്ലേ. അല്ല, എന്റെ വലിയ എമൗണ്ട് മാത്രം അയച്ചാൽ നിങ്ങൾ ചെറുതായിക്കണ്ട കേട്ടോ, പ്ലീസ്. ശരി. 10 രൂപയും കൂടെ അയച്ചാൽ മറ്റേ അയക്കണ്ട കേട്ടോ. എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് മാറ്റി വെച്ചത്. ഞാൻ നിങ്ങളടുത്ത് ഒന്ന് എനിക്ക് ജിപേയില് ഹായ് അയച്ചു. ശരി. മറ്റേ അയക്കണം കേട്ടോ. അത് എന്റെ അടുത്ത്. ഹലോ ചേട്ടാ, 10,000 വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടല്ലോ, ഇതിൽ കാണിക്കുന്നല്ലോ. ഇല്ല, എന്റെ അക്കൗണ്ടിൽ കേറിയിട്ടില്ല. ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തപ്പോ 886 ഉള്ളൂ. ഇന്നല്ല ക്രെഡിറ്റ് ആയിട്ടുള്ളത്. എന്നാ ക്രെഡിറ്റ് ആയി 10,000? 3 ദിവസം മുന്നേ. 3 ദിവസം മുന്നെയാണ് കയറിയത്. ഇല്ല, 3 ദിവസം മുന്നേ എന്റെ അക്കൗണ്ടിലേക്ക് 800 രൂപയാണ് ക്രെഡിറ്റ് ആയത്. അത് ഞാൻ അങ്ങനെ തന്നെ എന്റെ അടുത്ത് എടുത്തു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഏതിന്റെ അടുത്തേക്ക് മാറ്റി വെച്ചതാ. 10,000 വന്നിട്ടില്ല. അമയാന്നല്ലേ പേര്? ഈ നമ്പർ അല്ലേ? ഈ നമ്പറോ? അല്ല, അമയാന്നല്ലേ പേര്? ഞാൻ ഒന്നോട് ചെക്ക് ചെയ്യട്ടെ. കേറിയിട്ടല്ലോ, 10 രൂപ കയറിണ്ട്. എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഇട്ട് തരുമോ നിങ്ങള്? എവിടെയാണല്ലേ നിങ്ങള്? എവിടെയാണല്ലേ? ഞാനിപ്പോ പയ്യോളി. വീട്ടില് വന്നാ മതിയോ? കാണിച്ചേ. വീട്ടില് വന്നാ മതിയോ? എന്താ? വീട്ടിൽ വന്നാ മതിയോ? കാണിച്ചേ. വീട്ടില് വന്ന സത്യം പറയുന്നത് ഫേക്ക് ആണോ? അല്ലല്ലോ, ഫേക്ക് അല്ലടോ. ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയണത് ഫേക്ക്. ഞാനതാ വിളിക്കാണ്ടിരുന്ന ആദ്യം 400 800 കീഴൊക്കെ കാണിച്ചു. ഞാനിപ്പോ വടകരല്ലേ? വടകര. ഞാനൊരു 9 മണിയാവും ഷോപ്പ് അടയ്ക്കാൻ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ ഏട്ടൻ വരും. അപ്പൊ ഞാൻ അവനെ കൊണ്ട് വിളിപ്പിക്കാം. ക്യാഷ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്തിനാ ഏത് നൗഫൽക്ക? എല്ലടോ, പൈസ ഞാൻ അതിൽ പോയിട്ടുണ്ട്. നിങ്ങൾ പൈസ എടുത്തു വയ്ക്കേണ്ട 2-3 ദിവസം അവധി ഞാൻ തരാം. എനിക്കിത് അടുത്ത ആഴ്ച കൊടുക്കേണ്ട പൈസയാണ്. എല്ലാം നിങ്ങൾ ആദ്യം കയറി 400 800 നിങ്ങൾ ഒന്ന് വിളിച്ചു പറയണ്ടേ നമ്പർ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് പൈസ. എല്ലാമേ അതെങ്ങനെയാ സത്യം പറയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് മക്കൾ കളിക്കുന്ന ഫോണിൽ ആദ്യം ഇങ്ങോട്ട് അയക്കണ്ടേ ആ പൈസ അങ്ങോട്ട് കയറിണ്ടെങ്കിൽ. അത് തിരിച്ചയക്കണ്ടേ? അർഹതപ്പെട്ട പൈസ അല്ലേ നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഏതെങ്കിലും പൈസ എടുക്കുക. അതൊന്നും നിങ്ങൾ അന്നേരം തന്നെ അയക്കണ്ടേ? നിങ്ങൾ തോന്നി പോലെ അയക്കാതോ? അത് കൊടുത്തോ? ഞാനും കൊടുക്കാൻ പോവാ. വലിയൊരു എമൗണ്ട് ഇനി എടുക്കുക.